പറ്റിയമ്മേ? ഒന്നുമില്ല. ഒന്നുമില്ല എന്നല്ല, എന്തോ ഉണ്ട്. എന്ത് പറ്റി? എനിക്ക് നല്ല തലവേദന. തലവേദന? എന്നാ അമ്മ പോയി കിടന്നോ. ആ, ഞാൻ കിടന്നാ നിങ്ങൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി തരും? ചായ പോലും വെച്ചിട്ടില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ. അമ്മ പോയി റെസ്റ്റ് എടുത്തോ. ഉറപ്പാണോ? ആ അമ്മേ, അമ്മ പോയി റെസ്റ്റ് എടുക്ക്. അത് ഞങ്ങൾ എല്ലാവരും കൂടി നോക്കിക്കോളാം. അടുക്കള എല്ലാം കൂടി മറച്ചിട്ടേക്കരുതിട്ടാ. ഇല്ല അമ്മേ. അല്ല ചേട്ടനെവിടെ? അവൻ എണീച്ചില്ല. ആ, ഞങ്ങൾ എണീപ്പിച്ചോളാം. അമ്മ പോയി കിടന്നോ. അല്ല അമ്മ, അമ്മയ്ക്ക് ചായ വേണോ? എനിക്കൊന്നും വേണ്ട, എനിക്കൊന്ന് കിടന്നാ മതി. അമ്മ പോയി കിടന്നോ. മോനെ, ഇന്ന് അടുക്കള മൊത്തം നമ്മളെ കയ്യിലാ. നമുക്ക് അടിച്ചു പൊളിക്കാം. അല്ല ചേച്ചി, നിനക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? അമ്മ പറഞ്ഞ ചായ പോലും വെച്ചിട്ടില്ലാന്നല്ലേ. നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് ചേട്ടനെ കൊണ്ട് കൊടുത്തു വെക്കാം. എടാ മോട്ടു, നീ ഇവിടെ ഇരുന്നേ, ഞാൻ ചായ വെക്കട്ടെ. ശരി ചേച്ചി. അല്ല ചേച്ചി, ഈ ചേട്ടനെപ്പോഴാ വാതിലിനടെ കുടുങ്ങിയ പല്ലിനെ പോലെ ആയത്? സത്യം, അതേപോലെ തന്നെ ഉണ്ട്. ഈ ചേട്ടനെ വിളിച്ചേ, ഈ ചായ കൊടുക്കട്ടെ. ഓക്കേ ചേച്ചി. ചേട്ടാ, ചേട്ടാ, എനിക്കൊരു സാധനം തരാം. എന്ത് സാധനം? സാധനം എനിക്ക്. എന്ത് സാധനാടാ? അങ്ങോട്ട് നോക്ക്. എന്തേ? കോഫി. എന്താ ചായയൊക്കെ? അമ്മ പൊതുവെ എന്റെ റൂമിലേക്ക് ചായ ഒന്നും കൊടുത്തയക്കൂലല്ലോ. അതിന് ഈ ചായ ഇട്ടത് അമ്മയല്ലല്ലോ. പിന്നാരാ? ഇത് എന്റെ സ്പെഷ്യൽ ചായ. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് തലവേദനയാ, അതുകൊണ്ട് അമ്മ കിടക്കുക. ചേട്ടാ ചായ കുടിക്ക്, ചൂടാർന്ന്. ഇങ്ങടുത്താ. എന്താടി ഇത്? ചായ. വേറെന്താ? പൊന്നു മീര, നിനക്ക് എന്നോട് വല്ല വിരോധം ഉണ്ടോ? എന്ത് പറ്റി ചേട്ടാ? കുടിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. എന്റെ വായന്റെ ടേസ്റ്റ് പോയി. എന്ത് പറ്റി ചേച്ചി? അതൊന്ന് കുടിച്ചു നോക്ക്. രാവിലെ തന്നെ എന്നെ ഉപ്പ് തീറ്റിച്ച്. പൊന്നു മോട്ടോ, ഇവളെ ഒന്ന് അടുക്കളയെ കയറ്റിയേക്കല്ലേ. കറിക്ക് ഉപ്പിന് പകരം പഞ്ചസാര എടുത്തിടുന്ന ടീംസാ. ഞാൻ ചെയ്തോളാം. എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാം, ഞാൻ ഉണ്ടാക്കിക്കോളൂ. രാവിലെ തന്നെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ് മാറിന്നേ. സത്യം, അമ്മയ്ക്ക് എങ്ങാനും കൊടുത്തേ ഇപ്പൊ തീർന്നേനെ. വാ. അല്ല ചേട്ടാ, ചേട്ടന് കുക്ക് ചെയ്യാനൊക്കെ അറിയാലോ അല്ലേ? നീ എന്നെ പറ്റി എന്താടി വിചാരിച്ചേ? ഞാൻ വലിയ ഷെഫ് തന്നെയാ. ഓംപ്ലേറ്റ് മാത്രമൊന്നുമല്ല, ഞാൻ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് ആകുമ്പോ എന്തൊക്കെ ഉണ്ടാക്കി കഴിക്കലുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ അതൊക്കെ ഉണ്ടാക്കി തരാം. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, വെറും ചോറും കറിയും മതി. നിങ്ങളെ പോലെ ലോക്കൽസിന് ഇതൊക്കെയാ നല്ലത്. പിന്നെ ഹെൽപ്പ് ചെയ്യാണ്ട്. മീര, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പച്ചക്കറി എടുത്തിട്ട് വന്നേ. ഓക്കേ ബോസ്. ഇതെന്താ ചേട്ടാ ചെയ്യണ്ടേ? അത് നീ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വാ. ഓക്കേ. ഇതൊന്ന് കട്ട് ചെയ്തേ. ഇപ്പൊ തരാം, ഒരു മിനിറ്റ്. കൈ മുറിക്കരുത് കേട്ടോ. കൈയൊന്നും മുറിയില്ല ചേട്ടാ. അല്ല ചേട്ടൻ എങ്ങോട്ട് പോവാ? ഞാൻ എങ്ങോട്ട് പോകുന്നില്ല, ഈ മോട്ടുവിന് എന്തേ പണി കൊടുത്താട്ടെ. എടാ മോട്ടു വാ, ഇതൊന്ന് ഇളക്ക്. എടാ ഞാനിപ്പോ വരെ. ആയിക്കോട്ടെ. അല്ലടാ മോട്ടു, നിനക്ക് ഇവിടെ വന്നതിന് ശേഷം കുറെ ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഇവരൊക്കെ എവിടെ ഉള്ളതാ? എടാ, പണി ഏൽപ്പിച്ചിട്ട് ഇരുന്ന് വർത്താനം പറയാ. കഴിഞ്ഞ മീരെ? ഇത് കുറച്ച് മീനാ. അല്ല, ഈ മീനൊക്കെ ആര് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കും? ഇനി രണ്ടും കൂടി തല്ലുണ്ടാക്കണ്ട, ഞാൻ മുറിച്ചോളാം. ഇതാര്? ഷെഫ് സജിനോ? ഞാനൊരു ഷെഫ് തന്നെയാണ് മോളെ. ഓ ശരി സാർ. കഴിഞ്ഞു. ഇത് നമുക്ക് ഫ്രൈയോ കറിയോ എന്തേലും വെക്കാം. എന്നാല് മീര, നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ നിന്ന് കുറച്ച് കഷ്ണം മാറ്റി വെക്കി. ഫ്രൈ ചെയ്യാനുള്ള മസാല ഞാൻ റെഡിയാക്കി തരാം. എന്തേ? ശരി. ചെയ്യണം. അമ്മ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടുണ്ട്, അതൊക്കെ പുറത്തു കൊണ്ടുപോയി വിരിക്കി. നോക്കി പോണട്ടോ, ആ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് വീഴാൻ നിൽക്കണ്ട. ഫ്രൈന്റെ പണിയൊക്കെ കഴിഞ്ഞ് നീ കറി വെക്കണം. നീ ഒന്നും ചെയ്യണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ആ മോട്ടറിന്റെ അടുത്തേക്ക് ഒന്ന് പോയിക്കേ. അവൻ കുറെ നേരമായി പോയിട്ട്. ഞാൻ പോയി നോക്കാം. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഉപ്പിന്റെ കുറവല്ല,
കുറച്ച് മുളക് പൊടി ഇട്ട് വെക്കാം അപ്പൊ ചിലപ്പോ റെഡി ആയാലോ. ആ ഇപ്പൊ ഓക്കെ. ഇനി അമ്മേനെ പോയി വിളിക്കണം. ആ നല്ല മണം വരുന്നുണ്ടല്ലോ. ഓ ചേട്ടന്റെ മീൻകറിയാണ്. നമുക്ക് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഛെ, എന്തോ പ്രശ്നമുണ്ടല്ലോ ഇതിന്. ഉപ്പില്ലേ? ഉപ്പൊന്നുമില്ല. ആ എരിവില്ല. ഈ ചേട്ടനൊന്നും അറിഞ്ഞൂടാ. മുളക് കുട്ടാ ഇങ്ങോട്ട് വാടാ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഇപ്പൊ ടേസ്റ്റ് ഉണ്ട്. ശ്ശെ, ഞാനൊരു ഷെഫ് തന്നെ. ഇനി നമുക്ക് പോവാം. ഒരു കപ്പിൽ പാല്. അമ്മേ അമ്മേ ഉം. എണീക്കമ്മ ഫുഡ് കഴിക്കാം. ഫുഡാ? ആരുണ്ടാക്കിയടാ ഫുഡ്? ഞാൻ ഉണ്ടാക്കി. വെറുതെ പറയല്ലേ. ശരിക്കും അമ്മേ വാ എന്തേലും കഴിക്കാം. അല്ല അമ്മേനെ തലവേന മാറിയോ? ആ മാറി. വാ ഫുഡ് കഴിക്കാം. നീ നടന്നോ, ഞാൻ വരാം. എടാ ആരാടാ ഇത്ര ഫുഡ് ഉണ്ടാക്കിയേ? ചേട്ടനും അമ്മയല്ലേ ഫുഡ് ഉണ്ടാക്കിയേ? ആണോടാ? ആ അമ്മേ. വാ അമ്മ ഇരുന്ന് കഴിക്ക്. എടാ ഇതിപ്പോ ഞാൻ എവിടുന്നാ തുടങ്ങാ? അമ്മ ആദ്യം വിളമ്പി വെച്ച് കഴിക്കാമ്മേ. എങ്ങനെയുണ്ട് അമ്മേ? ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ടേസ്റ്റ് ഉണ്ട് അമ്മ. ആ നല്ല രസമുണ്ടല്ലോ. എടാ സജിന നീ ഇത് ഫുൾ ഉണ്ടാക്കിയോ? ആ അമ്മ ചേട്ടൻ തന്നെ ഫുൾ ഉണ്ടാക്കിയേ. ഞങ്ങൾ വെറുതെ പച്ചക്കറി കരിഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. പഠിച്ചു വെച്ചോ, കല്യാണം കഴിഞ്ഞ ആവശ്യം വരും. ഏഷ് അമ്മ ഒന്ന് പോയിക്കേ, എനിക്ക് നാണം വരുന്നു. അയ്യടാ ചേട്ടനെ നാണം കണ്ടില്ലേ? അമ്മ ചോർന്ന് കഴിക്കാൻ നോക്കമ്മേ, കല്യാണം നമുക്ക് പിന്നെ കഴിക്കാം. അല്ല മീരെ എന്തോ മിസ്സിംഗ് ഉണ്ടല്ലോ. എന്ത് മിസ്സിങ്? ഒന്നുമില്ലല്ലോ, എല്ലാം എടുത്തുണ്ട്. മീൻകറി എടുത്തിട്ടില്ല. ആ ശരി അത് എടുത്തിട്ടില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട നീ എവിടെ ഇരുന്നോ, ഞാൻ പോവാ. മീൻകറിയൊക്കെ വെച്ചടാ നിങ്ങള്? പിന്നെ അല്ല, അമ്മ അമ്മേടെ മക്കളെ പറ്റി എന്താ വിചാരിച്ചേ? മക്കളോ? ഒരു ചേട്ടാ മാറിപ്പോയി. മോൻ ഞാൻ കറി ഇത്തിരി വെക്കി കൂട്ടി നോക്കട്ടെ. മീര കുറച്ച് വെള്ളം എടുക്ക്. എന്ത് പറ്റി അമ്മേ? വേഗത്തിൽ വെള്ളം എടുക്ക്. ദാ അമ്മേ. എന്തു വെച്ചമ്മേ? എന്ത് എരിവാണ് അതിന്? അതിന് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളല്ലോ. ആ ഞാനും. നീ എപ്പോഴാണ് മുളക് പൊടി വാരിയിട്ട് ഇതിനകത്ത്? ഈ ചേട്ടനൊന്നും അറിയാം. ഞാൻ ആ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിന് എരിവില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വാരിയിട്ട്. നീ എത്ര ഇട്ടടാ?